ഒക്കെ പോയിക്ക് ശരിയാവുന്നു. എന്താ ഇത് ഞാൻ എനിക്ക് മോശമില്ല അമ്മ അങ്ങനെ പറയാന്ന് പറയുമ്പോ ഫേവറേറ്റ് ആക്ടർ ആരാന്ന് അറിയില്ല, ആക്ട്രസ് ആരാന്ന് എനിക്ക് അറിയില്ല. സത്യം തുടങ്ങിയ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്നാണ് പറയേണ്ടതേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുറച്ച് ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നെൻ്റെ കൂടെ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവരെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആർക്കാണ് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഹൂ നോസ് മീ ബെറ്റർ. ഇത് മുന്നത്തെ വീഡിയോയിൽ ഒരാൾ സജസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഞാൻ ഇവരോട് രണ്ടുപേരോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവരതിന് കറക്റ്റ് ആൻസർ പറഞ്ഞു വെച്ചാൽ അവർക്ക് ഒരു പോയിന്റ് കിട്ടും, പറഞ്ഞില്ലെങ്കിൽ പോയിന്റ് ഇല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ആര് ജയിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ തന്നെ ജയിക്കും. ഇല്ലല്ലോ ഞാൻ. പിന്നെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. മൈ ഫേവറേറ്റ് ഫുഡ്. എനിക്ക് നോക്കാൻ പാടില്ല. കഴിഞ്ഞോ? അപ്പൊ എന്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാണ്. ആരാണ് കറക്റ്റ് ആക്കി? ഞാൻ ഇത് കഞ്ഞി, കാരണം നമ്മള് കഞ്ഞിയാണല്ലോ. ഞാൻ പോയി കിടന്നു. അമ്മ എന്താ ഇത്? ബിരിയാണി. കറക്റ്റ് ആൻസർ ഗൈസ്. ബിരിയാണി മാത്രല്ല, ടേസ്റ്റ് ഉള്ള ഏത് ഫുഡ് അവൾക്ക് ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. ടേസ്റ്റ് നോക്കി കഴിക്കുന്ന ആളാ, എല്ലാ ടേസ്റ്റുള്ള ഫുഡും ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? ഫിയർ പാറ്റിനൊക്കെ പേടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ ഞാൻ പറയാം. എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ സ്പൈഡർ ആണ്. ഞാനതെ സ്പൈഡർ, ഇൻസെക്ട്സ്. അവൾക്ക് ഒരു ഇതെല്ലാത്തിനും പേടിയാണ്. പക്ഷേ ഏറ്റവും പേടി സ്പൈഡറിനെയാണ്. എനിക്കൊരു മാർക്ക്. നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് കളർ. അപ്പൊ എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. ഭഗവാനെ അറിയാം. കള്ളത്തിനെ പറയുന്നവർക്ക് ബ്ലാക്ക് ആയിരിക്കും ഇഷ്ടം. ഇപ്പൊ അങ്ങനൊക്കെ പറയാം. അടുത്തത്. ഓക്കെ, നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് പ്ലേസ് ടു ഗോ. എവിടേക്ക് പറയാൻ ഏറ്റവും ഇഷ്ടം? ഇനിയിപ്പോ കറക്റ്റ് ആൻസർ അറിയേണ്ടത് രണ്ടെണ്ണം ഞാൻ എഴുതുന്നുണ്ട്. ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ. ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആവില്ല. ഒരു ആൻസർ എഴുതാൻ പറ്റും. കുഴപ്പമില്ല. ഓക്കെ, അവന്റെ ഫേവറേറ്റ് പ്ലേസ് ടു ഗോ ജപ്പാൻ. ഞാൻ കൊറിയ എഴുതി. കൊറിയ, ജപ്പാൻ. ഞാൻ കൊറിയ മാത്രമേ കൊറിയ ജപ്പാൻ എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇതില് എനിക്ക് പോകാൻ അമ്മയ്ക്കില്ല. എനിക്കപ്പോ 3 ആയില്ലേ? അമ്മയ്ക്ക് 2. അമ്മയ്ക്ക് 3. അമ്മ 3 പറഞ്ഞേ. അമ്മക്ക് 3, എനിക്ക് 3. ഓക്കെ, നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് ടൈം, മോർണിംഗ് ഓർ നൈറ്റ്? മൈ ഫേവറേറ്റ് ടൈം മോർണിംഗ് ആണോ നൈറ്റ് ആണോ? നൈറ്റ് എനിക്ക് ഉറങ്ങാനല്ല ഇഷ്ടം കൂടുതൽ. എനിക്ക് ഉറങ്ങാനാ കൂടുതൽ ഇഷ്ടം. അമ്മ അങ്ങനെ പറയില്ലേ, അതിന് എഴുതി. നൈറ്റ് ആയിരിക്കോ പറയാനില്ല. അവൾക്ക് നൈറ്റ് ആണ് ഇഷ്ടം. എനിക്ക് നൈറ്റ് ആണ് ഇഷ്ടം. നീ ഏതാ എഴുതി? രണ്ടുപേരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഫൗളാണ് ഗൈസ്. ഫൗളല്ല, നിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് എന്താ ചെയ്യല്?
കഴിഞ്ഞു. ഉം. എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഡ്രോയിങ് ആണ്. വളരെ വൃത്തിയാക്കി ഞാൻ ഡ്രോയിങ് എഴുതി കാരണം ഞാൻ ഡാൻസ്. അമ്മ ഫോണ് ശിവന്റെ നിന്ന് വാങ്ങി വെച്ചപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ബുക്കും കൊണ്ട് പോകും. ഡാൻസ് ചെയ്തിരുന്നു കേട്ടോ. ഡാൻസ് എഴുതി ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കൂടുതലായിട്ടും ഡ്രോയിങ് ആണ് ചെയ്യലുള്ളത്. ഡ്രോയിങ് ഡാൻസ് നമ്മൾ തെറ്റി. സാരമില്ല. ഓക്കെ ഓക്കെ അടുത്തേക്ക് കയറാം. What do I do on my phone all the time? ഞാൻ എൻ്റെ ഫോണിൽ കൂടുതൽ എന്താണ് ചെയ്യല്? ഞാൻ റീൽസ് കാണുന്ന എഴുതിയിരിക്കുന്നു. ഞാനും റീൽസ് ആ അതിനെ ചെയ്യാറുള്ളൂ. അതന്നെ. എന്നിൽ നിങ്ങൾക്ക് ഹെയ്റ്റ് ഉള്ളത് എന്താണ്? എന്താണ്? ശിവാനി എന്ത് എഴുതി? എനിക്ക് അവളുടെ സ്വഭാവം തീരെ ഇഷ്ടമല്ല. എനിക്ക് സ്വഭാവമല്ല അവളുടെ മുൻകോപം, ദേഷ്യം. ഇത് രണ്ടും എനിക്കില്ല. എന്നിട്ട് ഉണ്ട്. തിരി- അയ്യോ No, അത് guys, ഞങ്ങളല്ലേ no. പറയേണ്ടത്. ഞാൻ- അതെ, അപ്പൊ ഇതിലാർക്കാ മാർക്ക്? ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലല്ലോ. ഇല്ല, അപ്പൊ അതിന് മാർക്കില്ല അല്ലേ? അങ്ങനെ പറഞ്ഞു അത്ര. ഇനി അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ഞാൻ 9th ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. എനിക്ക് കൂടുതൽ ഏതാ ഇഷ്ടം, ടീ ഓർ കോഫി? ടീയോ കോഫിയോ? എനിക്ക് കൂടുതൽ ഇഷ്ടം കോഫിയാണ്. ആ നീ ഏതാ എഴുതി? കോഫി. കോഫി തന്നെ നല്ല പാലില് കാപ്പി കൂട്ടിയിട്ട് കുടിക്കാം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഗൈസ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അല്ല, ഇപ്പൊ tea കുടിക്കാറില്ല, ഇപ്പൊ coffee കുടിക്കാറുള്ളൂ. കോഫിയാണ്. അപ്പൊ കോഫി തന്നെ. ഇനി ബീച്ച് ഓർ മൗണ്ടെയിൻസ്? ഏതാ? അവള് ഞാൻ പറയട്ടെ. മൗണ്ടെയിൻസ് അധികം പോകാത്തോണ്ട് ബീച്ച് തന്നെ. ഞാനും ഇവൾക്ക് കുറച്ച് ഇങ്ങനത്തെ ഇഷ്ടമുള്ള കാരണം ഞാൻ mountains. ട്രക്കിംഗ് പറഞ്ഞ് നടക്കണം. എനിക്ക് ട്രക്കിംഗ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പോയിട്ടില്ലല്ലോ. അധികം ബീച്ചിക്കല്ല. അപ്പൊ നമ്മള് എക്സ്പീരിയൻസ് ചെയ്തതല്ലേ പറയണ്ടുള്ളൂ. അപ്പൊ രണ്ടാൾക്കും പോയിട്ടില്ല. പോയിട്ടില്ല. ഇനി നെക്സ്റ്റ് ഐഫോൺ ഓർ ആൻഡ്രോയിഡ്? അത് പറയാനില്ല. എന്താ ശിവന്യ? ഐഫോൺ. ഉം. അത് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലവ് ഓർ മണി? ഉം. എഴുതിയോ? അയ്യോ, ഇതൊക്കെ അറിയണം. ഇതെനിക്കറിയണം. എന്താണ്? നീ പറ. എനിക്ക് മണിയാണ് ഇഷ്ടം. ഞാനല്ലേ ഞാനും. കാരണം ഇപ്പോഴത്തെ ഒരു മെന്റാലിറ്റി എങ്ങനെയാണ്? ഇപ്പത്തരല്ല, എപ്പോഴാണ് മണി 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 മണി. ഓക്കെ, ഇനി 13th question. What is my dream? എനിക്ക് ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹം. എന്താ രീതി? ഫേമസ് ഡാൻസ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസർ. ഗൈസിലേക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും mark മാർക്കുണ്ട്. 20 ചോദ്യം മതി കേട്ടോ. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ ആണ്, ഡു ഐ കീപ് മൈ റൂം ക്ലീൻ ഓർ മെസ്സി? പറയട്ടെ. ക്ലീൻ. ക്ലീൻ ആണ്, പക്ഷെ അവളുടെ സ്ഥലം മാത്രമേ ക്ലീൻ ചെയ്ത് വെക്കാറുള്ളൂ. അതെ, ക്ലീൻ ആക്കി വെക്കും. എല്ലാം ക്ലിയർ. ഞാൻ ക്ലീൻ ആക്കി വെക്കും. ഞാൻ അങ്ങനെ നല്ലൊരു കുട്ടിയാണ്. ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്യും. ശിവാനിയുടെ പറയണം. ഉണ്ടോ? അടുത്തത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു പോയിന്റ് കിട്ടി. ഹൂ ഇൻ ദ ഫാമിലി ഡു ഐ ആർഗ് വിത്ത് ദ മോസ്റ്റ്? കഴിഞ്ഞു. സിസ്റ്റർ. ശിവാനി ഇതായിരിക്കും. മീ.
അപ്പൊ രണ്ടുപേർക്കും തല്ലുണ്ടാക്കാൻ മാത്രം ഇഷ്ടം. എപ്പോഴും തന്നെ ഉണ്ടാക്കുന്നു. അത് ഞാനല്ല, കൂടുതൽ ആളങ്ങട്ടെ അല്ലട്ടോ അല്ലട്ടോ അല്ല 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 ശിവന്റെ സൈലന്റ് ആണ്, ശിവനാണ്. അല്ല, അമ്മ പറഞ്ഞു അമ്മയ്ക്ക് correct ആയി. സത്യം അറിയാത്തതാണ്. ഇനി അടുത്ത ചോദ്യം. What is something I always say to my parents? ഡ്രസ് വാങ്ങിത്തരാൻ, അതന്നെയാണ് ഞാൻ കൂടുതലായിട്ടും പറയുന്നത്. ലിപ്സ്റ്റിക്ക് വാങ്ങിത്തരാൻ പറയാറുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് എന്ന് എഴുതിയത് കൂടുതൽ സമയം. എനിക്ക് വയ്യമ്മേ. സത്യം പറഞ്ഞ രണ്ടുപേരും പറഞ്ഞാണ് ശരിക്കും കൂടുതൽ ചോദിക്കാറുള്ളത്. നീ പറഞ്ഞ ശരിക്കും ഈ രണ്ട് കാര്യങ്ങളാണ്, നീ അത് തിരിച്ചു പറഞ്ഞത്. പക്ഷെ ഞാൻ ഡ്രസ് വാങ്ങി അല്ല ആളെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് വയ്യമ്മ. ഇതിപ്പോ ഞാൻ പറയുന്നതാണോ അവിടെ കൂടുതൽ അത് ഉപരി പറയുന്നതാണോ? പക്ഷെ ഞങ്ങൾക്കല്ല നിന്നെ കൂടുതലറിയാ. ലിപ്സ്റ്റിക് ആണ് ശിവന്യയുടെ വീക്ക്നെസ്. അപ്പൊ ഞങ്ങളുടെ ഫൗളായി, ഞങ്ങളുടെ മാർക്കില്ല കേട്ടോ നമുക്ക്. നീ പറഞ്ഞു ശരി. അടുത്തത് അപ്പൊ ഗൈസ്, ഇനി ലാസ്റ്റ് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ 4 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് തിങ് ടു ബൈ വെൻ ഐ ഗോ ഷോപ്പിംഗ്? ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ഇഷ്ടമുള്ള സംഭവം എന്താണ്? എനിക്ക് എന്തായാലും അറിയും. നിങ്ങൾക്ക് എന്തായാലും അറിയുണ്ടാവും. ഡ്രസ് എഴുതുന്നു. ആ നോക്കാം. ഓക്കെ, ഞാൻ പറയാം. ലിപ്സ്റ്റിക്. എഴുതി. ഞാൻ ലിപ്സ്റ്റിക്കും കുർക്കുറേതും കൂടി എഴുതി. 2 സാധനങ്ങളൊക്കെ പറയാറുണ്ട്. ഓക്കെ, ലിപ്സ്റ്റിക്. അപ്പോൾ രണ്ടുപേർക്കും പോയിന്റ് കിട്ടി. അതെന്തായാലും നിങ്ങൾക്ക് അറിയാം, കാരണം ഞാൻ എപ്പോഴും അതിനെ ചോദിക്കലുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സാക്ട് നമ്പർ ഓഫ് അലാം ഐ സെറ്റ് ഇൻ ദ മോർണിംഗ്? രാവിലെ എത്ര മണിയാണ് അലാം ആക്കി വെക്കല്? ടൈമാണോ? ടൈം. നമ്പർ ഓഫ് അലാം. നമ്പർ ഓഫ് അലാമാണ്. ടൈമാണോ വേണ്ടത്? എക്സാക്ട് ടൈം അല്ലേ? ടൈം അയ്യോ സോറി. വാട്ട് ഈസ് എക്സാക്ട് ടൈം? സോറി, ടൈം ഞാൻ കാണാറില്ലല്ലോ. ഞാൻ വേഗം എണീറ്റ് പോയി. എന്നാലും ഞാൻ ശിവാനി പത്താം അറിയാറില്ല. എപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ രാവിലെ ഒരു അലാം വെക്കലുണ്ട്. എന്നും വെക്കും ഞാനത്. 10. എന്താ ഇത് പറഞ്ഞിട്ടാ പറയുന്നത്? 10-10 എനിക്കറിയില്ല. 6-10 ഒട്ടനാണോ ഭ്രാന്തനാണോ നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ് ടപ്പാ. 15 ഞാൻ കാണാറില്ല സത്യട്ടോ. പറയട്ടെ. 6:40. ഞാൻ 6:15 എഴുതി. 7 മണി ആ അവളുടെ സമയം അവിടെ ഉള്ളു. നോ ബ്രോ, ഞാൻ എന്നാ ടൈമിൽ എണീക്കുക. ഒന്നില്ലെങ്കിൽ 6:40 അല്ലെങ്കിൽ 6:45. ഞാൻ അധികം 40 ആണ് എണീക്കല്. എന്നാലും നിങ്ങൾക്ക് അതറിയില്ലല്ലോ. ഞാൻ എന്നും രാവിലെ ഞാൻ വെച്ചിട്ടാണ് എണീക്കല്. ഞാൻ ആദ്യം ഞാൻ എഴുതാൻ പോയത് 6:40 കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അത്ര ഇങ്ങോട്ട് ആക്കിയിട്ട് നാണം കെടുത്തണ്ട വെച്ചിട്ട് ഞാൻ മോശം തന്നെ. ആരും അറിയണ്ട. ഇത് തന്നെ പറയണ്ട, ആരും അറിയണ്ടെന്ന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ എക്സാക്ട് വെയിറ്റ്? എക്സാക്ട് വെയിറ്റോ? വെയിറ്റ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കുറച്ചായിട്ട് 43 ഒക്കെ ഉണ്ടാവും. ഞാൻ ലാസ്റ്റ് ടൈം നോക്കിയപ്പോ 42 ആയിരുന്നു. വാവ്, ഞാൻ എഴുതിയത് 43. 1 കിലോ കൂടിയിട്ടുണ്ട്. 43 ആണ് എഴുതിയത്, കൂട്ടില്ല. ശനിച്ച് എത്ര എഴുതി? 45. ഞാൻ ഇപ്പൊ അടുത്ത് വരെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് നോക്കി. എന്നിട്ട് അവർക്കറിയില്ല. എനിക്ക് എന്റെ വെയിറ്റ് നോർമൽ. പിന്നെ അതിനന്തല്ലാത്ത 43 ആകുമ്പോ ഒരു ഇതല്ലേ കൂട്ടില്ല. എന്ത് 1 കിലോ കൂടി ഉണ്ടാവും ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട്. ഇല്ല, അത് ഞാൻ നോക്കിയപ്പോ അത്ര ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഗൈസ്, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമ്മുടെ 20th ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് സ്നാക്ക്? അതറിയാം എനിക്ക്. രണ്ടുപേരും പറയട്ടെ. ഓക്കെ, ഞാൻ ലേസ് ഓക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ ലേസ് ഓക്കെ രണ്ടും എഴുതി. ഓക്കെ അറിയാം, കാരണം എപ്പോഴും
ഞാൻ അതാ പറയാ. എപ്പോഴും അതാ വാങ്ങിക്കലുള്ളൂ. എൻ്റെ ഫേവറേറ്റ് നല്ലതേ അല്ല, പക്ഷെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് മാർക്ക് ഉണ്ട് രണ്ട് ആ എഴുതി അമ്മയ്ക്ക് മാർക്കുണ്ട്. ശരിക്കും രണ്ടെണ്ണം എഴുതി മാർക്ക് ലേസ് ഓക്കെയാണ് നീ ചോദിക്കാറ്. ഇനിയിപ്പോൾ എന്തായാലും മാർക്ക് ഇരിക്കട്ടെ. അപ്പോൾ രണ്ടുപേർക്കും മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് എത്ര പേർക്ക് എത്ര കിട്ടി നോക്കാം. അപ്പം അമ്മയ്ക്ക് എത്ര കിട്ടി? എനിക്ക് 20-ന് 20. 20-ന് 20 പിന്നെ 20-ന് 20. ഒന്ന് എനിക്ക് തോന്നുന്നു അമ്മയാണ് കുറച്ച് പറഞ്ഞിരിക്കണേ, ശിവാനിച്ച് കൂടുതൽ പറഞ്ഞിരിക്കണെന്ന് തോന്നുന്നു. 10, 11, 12, 13, 14 മാർക്ക് അമ്മയ്ക്ക്. 30, 40. ഞാനും 14. അതാ ഇപ്പൊ ഒരു അപ്പൊ question നമുക്ക് കൂടി ചോദിക്കാം. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കണം. ഇപ്പൊ ടൈപ്പ് ആയി നിൽക്കുകയാണ്. രണ്ടുപേർക്കും 14 മാർക്സ് ആണ്. അല്ല അമ്മയ്ക്ക് 13 ഉള്ളടാ. 13 ഉള്ളൂ. 7 തെറ്റുണ്ട്. 1, 2, 3, എന്താ 5. 1 2 3 4 5 6 7 8 9 10 എട്ടാമത്തെ ദിവസം കൂട്ടാൻ 30. അപ്പൊ ശരി തന്നെ. അപ്പൊ അവളെ ലീഡ് ചെയ്ത്. അപ്പൊ ശിവാനിച്ച് ജയിച്ചിരിക്കുകയാണ്. ഒരു മാർക്കിന് അമ്മ തോറ്റു. അത് സാരില്ല. അത് സാരല്ല, എന്ത് സാരല്ല. ഇപ്പൊ എവിടെയോ ഒരു തെറ്റ് വന്നിരിക്കുകയാണ്. നോക്ക തെറ്റാ നോക്കണ്ട. ഞാൻ ഇവിടെ കൊറിയ ചൈന എഴുതിയില്ലേ, ഞാൻ ചൈന ഇട്ടാറിനോട് തെറ്റിട്ടു. ശരിക്ക് അല്ലല്ല അവൾക്ക് ജപ്പാൻ ജപ്പാനായിരുന്നു. ശരി ശരി. അപ്പൊ കൂട്ടില്ല. പക്ഷെ നീ കൊറിയക്കാരിയായിരുന്നു പേര്. എന്നാലും ശിവാനിച്ച് നീ എങ്ങനെ പൊട്ടു നീ പോയത്? സാരില്ല. എന്തായാലും ഇപ്പൊ എനിക്ക് മനസ്സിലായി ആർക്കാണെങ്കിലും കൂടുതൽ അറിയാന്ന്. അമ്മ എന്ത് വെറും മനസ്സിലായില്ല? ആക്ടിങ് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വേറെ ആക്ടിങ് മാത്രമേ ഉള്ളൂ. ശിവാനിച്ചിക്കാണ് ശരിക്കും ഇഷ്ടം. എത്ര തല്ലുകൂടിയാലും ഞങ്ങൾ തന്നെ അയ്യോ പറഞ്ഞു. പോണത് നീ പോണത്. എന്തായാലും ഇതൊന്നല്ല ഒരു അമ്മയുടെ അറിവിനെ കുറിച്ച് നിങ്ങൾ അളക്കണ്ട കേട്ടാ. ഞാൻ എത്രയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ടിക്കറ്റിൽ വല്ല തെറ്റ് വന്നതായിരിക്കും. കൂട്ടിയത് ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു ലിപ്സ്റ്റിക് ഇട്ടത് ഞാൻ എങ്ങനെ തെറ്റിട്ടെന്ന് എനിക്ക് അറിയാത്ത. ലിപ്സ്റ്റിക്കിൽ തെറ്റ് അല്ല, അത് ഞാൻ ഡ്രസ് എന്ന് പറഞ്ഞപ്പോ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് പറഞ്ഞു. കിട്ടൂലേ. ശരി. ഓക്കെ ഗൈസ്, അപ്പൊ 6:15 എഴുതി 43. എന്നാലും ഞാൻ എക്സാക്ട് ടൈം എപ്പോഴും ഞാൻ അലാറം വെക്കുന്ന എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ഞാൻ എന്നും ഇവിടെ ഉറങ്ങണ സമയം എപ്പോഴാ? ഞാൻ രാത്രി അല്ലല്ല ഞാന് അമ്മടെ മുന്നിൽ വെച്ചിട്ട് ശിവാനിച്ചിന്റെ മുന്നൊക്കെ വെച്ച് അലാം വെക്കലുണ്ട്. അയ്യോ ഞാൻ അലാം വെച്ചില്ല പറഞ്ഞിട്ട് എനിക്ക് പോയി വെക്കലുണ്ട്. ഞാൻ അധികം ഞാൻ വെക്കലുണ്ട്. എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്നും അത് വെച്ചിട്ട് തന്നെ എണീക്കാറുണ്ട്. എഴുന്നേറ്റ് വരാറ് ഒരു 7 മണി 7 മണിക്കൊന്നല്ല, അതിന്റെ ഉള്ളിലാണ്. 7 മണിക്കൊന്നല്ല. ഞാൻ 6:40 എണീറ്റ് 6:45 ഞാൻ തരത്തെത്തി. ഇല്ല, മേക്കപ്പും മുടി ചീകലൊക്കെ കഴിഞ്ഞിട്ട് അതല്ലേ രാവിലെ എണീച്ചിട്ട് പല്ലേക്ക് പോകണ കാര്യം ഞാൻ പറയുന്നത്. അതന്നെ പറഞ്ഞു ഞാനും. ഒരു 15 മിനിറ്റ് പോകും. എന്നാലും നിങ്ങൾക്ക് അത് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ആയിക്കോട്ടെ ഗൈസ്, എന്തായാലും രണ്ടുപേർക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ശിവാനിച്ച് എങ്ങനെയാണ് തിരിച്ചു പോയതാണ്. അവർക്കൊന്നും അറിയുന്നില്ല. ഞാൻ അധികം ഇവർക്ക് എന്നെ കുറിച്ച് അധികം ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ക്യാരക്ടറായിട്ടാണ്, വേറൊന്നുമില്ല. അതാണ് സത്യം. ഇനി ശിവാനി കുട്ടീനെയാണ് ചോദിച്ചാൽ അമ്മ 100-ൽ 100 മാർക്ക് വാങ്ങും. യെസ് ഗൈസ്, നെക്സ്റ്റ് ഞങ്ങൾ ശിവാനീസിനായിട്ട് വരാം. അമ്മേനായിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ശിവാനീസിനായിട്ട് വരും. പിന്നെ തന്നെ ഉള്ള പണി. അഹോ ശരി തന്നെ. ഇനി വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് തിരക്കുണ്ട്. അമ്മയ്ക്കൊന്നുമില്ല. അമ്മയ്ക്ക് കഴിക്കാൻ പോണം, ഫുഡ് അടിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. കുറെ നേരം ഇവിടെ ഒന്ന് വേഗം 3 മണി 1 മണി ശേഷം കഴിക്കുന്നുണ്ട്. എനിക്ക് വിശപ്പില്ലല്ലോ, അത് എന്റെ പ്രശ്നം. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോയില് ഇത്രയേ ഉള്ളൂ ഗൈസ്. ശിവാനിച്ച് ജയിച്ചിരിക്കുന്നു. ശിവാനിച്ച് വേറൊരു മാർക്ക് വേറൊരു മാർക്ക് എന്നാലും അവള് ജയിച്ചില്ലേ? അതെങ്ങനെയോ അങ്ങനെ ആയിപ്പോയതാ. അപ്പൊ ശിവാനിച്ച് ജയിച്ചു, അമ്മ തോറ്റു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ പറയണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. ഒരു മിനിറ്റ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ഒക്കെ ചെയ്യണം. ബൈ ബൈ.